മദ്രാസി കണ്ടു, നല്ല കിടിലൻ പടമാണ്. കിടിലൻ എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു പടത്തിന് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ഈ പടത്തിന് വരുന്നുള്ള. ഞാനൊരു നോർമൽ കൊമേഴ്ഷ്യൽ സിനിമ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പടത്തിന് കയറിയത്. പക്ഷേ AR മുരുകദോസ് എന്ന ഡയറക്ടറിൻ്റെ ഒരു വൃത്തിയായിട്ടുള്ളൊരു കംബാക്ക്, ഇങ്ങനെ സിക്കന്ദർ പോലൊരു പടം എടുത്തിട്ട് ഇതുപോലൊരു പടം പണ്ണും തൊട്ടടുത്ത് പണ്ണും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കിടില സാധനം. ഈ പണ്ട് 7-ാം അറിവ് എടുത്ത, തുപ്പാക്കി എടുത്ത, കത്തി എടുത്ത, ഗജനി എടുത്ത ഡയറക്ടറാണ് ഞാനെന്ന് ഞാൻ ചത്തിട്ടില്ലാതാന്ന് നാട്ടുകാരുടെ മുമ്പിൽ ഒന്നും കൂടി ബോധിപ്പിക്കാൻ മൂപ്പർക്ക് ഇതിൽ നല്ലൊരു അവസരം വരെ കിട്ടിയിട്ടില്ല. അത് മൂപ്പര് 100%, 110% മൂപ്പര് അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. മൂപ്പരുടെ എല്ലാം കൊടുത്തിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു പടം. ഈ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ AR മുരുകദോസ് എഴുതി കാണിക്കുന്നത് ഇപ്പോൾ വളരെ കുറവാണ്. അതിലെ മിക്ക ഡയറക്ടേഴ്സിനും ഇപ്പോൾ അങ്ങനെയല്ല ചെയ്യാറ്. ഡയറക്ഷൻ മാത്രമായിരിക്കും, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അല്ല, ബാക്കി വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുക. പക്ഷേ ഈ പടത്തിൽ ഇങ്ങനെ അറിഞ്ഞ് എല്ലാ സാധനവും വൃത്തിക്ക് പണിയിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ ഫ്രെയിമും നമുക്ക് കാണാൻ പറ്റും. അപ്പാർട്ട് ഫ്രം എവറിത്തിങ്, എനിക്ക് ഈ സിനിമയിലെ ആക്ഷൻ സീക്വൻസുകളാണ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തമിഴിൽ നിന്ന് ഇറങ്ങിയ ബെസ്റ്റ് ആക്ഷൻ പടം എന്ന് പറയാം. വെൽ കൊറിയോഗ്രാഫ്ഡ് ആക്ഷൻ സീക്വൻസ്, ആക്ഷന് വേണ്ടിയിട്ടാണ് ഈ പടം കാണേണ്ടത്. ഈ സിനിമയിലെ എല്ലാം, ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, ഇതിൻ്റെ പ്ലോട്ട് പോയിന്റ്സ് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം ആക്ഷനെ ബിൽഡ് ചെയ്ത് ആക്ഷൻ ബ്ലോക്കുകളിലേക്ക് വരാനാണ്. ഒരു മെയിൻ ആയിട്ടുള്ള കുറേ ആക്ഷൻ ബ്ലോക്കുകളുണ്ട് ഈ പടത്തിൽ. ചെതറിക്കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് മറന്നു പോകുന്ന കുറേ സാധനങ്ങളൊന്നുമല്ല, എല്ലാം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒന്നിനോട് റിപ്പീറ്റ് അടിച്ച് വരാത്ത കിടിലൻ ആക്ഷൻ സീക്വൻസുമാണ് ഈ പടത്തിലുള്ളത്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് എന്നല്ല, സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്ന ഇന്റർവൽ ബ്ലോക്കിനും അതിനിടയിൽ വരുന്ന ആക്ഷൻ ബ്ലോക്കുകളും എല്ലാം തന്നെ വെൽ കൊറിയോഗ്രാഫി. എനിക്ക് അതിൽ ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ആരാണ്, അൻബറിയുമാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആക്കണോ ഞാൻ ശ്രദ്ധിച്ചില്ല. ആരാണെങ്കിലും കിടിലൻ. അതിപ്പോൾ ആക്ഷൻ കൊറിയോഗ്രാഫി മാത്രം നന്നായിട്ട് കാര്യമില്ല, അതിലെ ക്യാമറ മൂവ്മെൻറ്റ്സും അതിൻ്റെ ഡയറക്ഷനും, എവിടെ എപ്പോൾ പ്ലേസ് ചെയ്യണം, ഏത് ടൈമിൽ, നൈറ്റാണോ ഡേ ആണോ, പോരാതെ തന്നെ ആ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻ. ഈ ആക്ഷൻ വരുമ്പോൾ നമുക്കൊരു പഞ്ച് കിട്ടണമെങ്കിൽ അടിക്കുന്ന അടിയിൽ നമുക്ക് തോന്നണം കൊടുക്കേണ്ട ആളും വാങ്ങേണ്ട ആളും അതിനോട് അർഹിക്കുന്ന ആൾക്കാരാണെന്ന് നമുക്ക് ഫീൽ ചെയ്ത് ആ ഒരു സ്റ്റോറി നമ്മളിങ്ങനെ കൊണ്ടുപോയാൽ മാത്രമാണ് ആ ആക്ഷൻ ബ്ലോക്കുകളിൽ നമുക്ക് എന്തെങ്കിലും തോന്നില്ല. അല്ലാണ്ട് വെറുതെ നല്ല റൗഡീസ് വന്ന് നമ്മുടെ ഹീറോ അടിച്ചു, വില്ലൻ അടിച്ചു, ഇവർക്കൊരു കാര്യമില്ല. ഈ സിനിമയിൽ ഈച്ച് ആൻഡ് എവറി ആക്ഷൻ ബ്ലോക്കുകൾ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിദ്യുത് ജമാലാണ് ഈ ഒരു പടത്തിലെ മെയിൻ വില്ലൻ. നമുക്ക് ട്രെയിലർ കാണുമ്പോഴേ അറിയാം, ആളായിട്ട് അടിച്ചു നിൽക്കാൻ SK കൊണ്ട് പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ SK ആളെ അടിക്കാൻ ജസ്റ്റിഫൈ ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. സോ അത് ആ രീതിയിൽ ഇങ്ങനെ ഒരു ആക്ഷൻ ബ്ലോക്ക് ചെയ്യുന്നെങ്കിൽ അത് നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇന്ന ആളെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളെ കൊണ്ട് കൺവിൻസ് ചെയ്തിട്ടാണ് മുരുകദോസ് ഈ ഒരു പടം മുഴുവനായിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. സോ എന്നെ സംബന്ധിച്ച് ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. സ്റ്റാർട്ട് ടു എൻഡ് ഒരിക്കലും ബോറടിക്കാത്ത നല്ലൊരു ഫ്രഷാണ്. സ്റ്റോറി ലൈൻ എന്നൊക്കെ ചോദിച്ചൊന്നും അല്ല. ഇപ്പോൾ സിൻഡിക്കേറ്റ്, ഡ്രഗ്സ് മാഫിയ എന്നൊക്കെ പറഞ്ഞ് കുറേ പടങ്ങൾ നമുക്ക് കാണാറുണ്ട്. പക്ഷേ റീസെൻ്റ്ലി ഇത്രയും ക്യാമിയോസ് വെച്ച്, ഇത്രയും ബഡ്ജറ്റ് വെച്ച്, ഇത്രയും ഹൈപ്പ് വെച്ചിട്ട് പല വലിയ ഡയറക്ടേഴ്സും വലിയ ലെവലിൽ ഹൈപ്പിൽ പടങ്ങൾ കൊണ്ടുവന്ന് ഒന്നുമില്ലാണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ ഒരു ഹൈപ്പും ഇല്ലാതെ ഞാൻ ഈ ഒരു പടത്തിന് തമ്മിലടക്കം ഞാൻ ഇതിലും സെറ്റ് ചെയ്ത് വെച്ചത് നോർമൽ തമ്മിലാണ്. പടം കണ്ടു കഴിഞ്ഞിട്ട് എനിക്കിത് പറ്റില്ല, ഞാൻ മാറ്റിയിടാറുള്ള തമ്മിൽ ഇതിൽ ഇടണം എനിക്ക് തന്നെ പേഴ്സണലി തോന്നിയത്. അത്ര കിടിലായിട്ട് ഈ ഒരു പടം ആക്ഷൻ കൊറിയോഗ്രാഫിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലെ SKയുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, ബാക്കി വരുന്ന എല്ലാവരും, ബിജു മേനോൻ കിടിലൻ പെർഫോമൻസിൽ ചെയ്തിട്ടുണ്ട്. നല്ല റോളാണ്. പോരാത്തവര് ഞാൻ വെറുതെ ആണ് ഒരു ഹീറോയിൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വെറുതെ കൊണ്ടിടും, വെറുതെ ലവ് സോങ്ങിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പാട്ട് സീനിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലവ് ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രം കൊണ്ടിടുന്ന ഒരു ഹീറോയിൻ അല്ല ഈ ഒരു പടത്തിൻ്റെ. ഷീസ് ദ മെയിൻ പോയിന്റ് ഓഫ് അട്രാക്ഷൻ. ആളെ വെച്ചിട്ടാണ്, ആളെ റിവോൾവ് ചെയ്തിട്ടാണ് ഈ ഒരു പടം മൊത്തം നടക്കുന്നത്. എന്നിങ്ങനെ വന്നു പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബിജു മേനോൻ ഒരു NIA ഓഫീസറാണ്. ആളുടെ സബ്ബായിട്ട് അല്ലെങ്കിൽ ആളുടെ കൂടെ നിൽക്കുന്ന ആളുടെ ടീമിലുള്ള ഒരു 8-10 പേരുണ്ട്. ഈ 8-10 പേരെ നമ്മൾ റിപ്പീറ്റ് അടിച്ച് കാണുന്നുണ്ട്. അല്ലാതെ റാൻഡംലി ആരെങ്കിലും വരികയല്ല. അവരിങ്ങനെ കണ്ട് ഓരോരുത്തർക്കും ഓരോ റോള് കൊടുത്തിട്ട് അവരെന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു കൈയടിക്കാൻ തോന്നുന്ന രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് പടത്തിൽ ഇങ്ങനെ തുടക്കം മുതലേ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഈ നമ്മുടെ കിങ് ഓഫ് കൊത്തയിലെ ആ വില്ലനില്ലേ, നമ്മുടെ കണ്ണൻ ബൈ കൊത്തക്കണ്ണൻ, ആൾക്കും നല്ല റോൾ ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ക്രിഞ്ചാവും, നമ്മൾ ടിപ്പിക്കൽ നോർമൽ ഹീറോയിസും കാണിക്കേണ്ട, വില്ലനസും കാണിക്കേണ്ട സീക്വൻസുകളൊക്കെ നമ്മൾ വിചാരിക്കുന്ന സാധനങ്ങളൊക്കെ പൊളിച്ചടുക്കിയിട്ടാണ് ഈ ഒരു പടത്തിലെ പല സീക്വൻസുകളും സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വിചാരിക്കില്ലേ ചെറിയൊരു സാധനം ഒറ്റ ഷോട്ടിൽ തീർക്കേണ്ട ഒരു സാധനം എന്തിനാടെ പോയി ഡയലോഗ് പറഞ്ഞ് മാസ് പഞ്ച് ഡയലോഗ് അടിച്ച് മാസ് എലിവേഷൻ സീൻ വെച്ച് സ്ലോ മോഷനൊക്കെ അടിച്ച് ഫൈറ്റ് നടത്തേണ്ട ഒരു ആവശ്യമില്ല. ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒരു ഒറ്റ സിംഗിൾ ബുള്ളറ്റിൽ തീർക്കുന്ന പരിപാടിയല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്തൊക്കെ അതിൽ ചെയ്യുന്നുണ്ട്. ഈ രീതിക്ക് വിദ്യുത് ജമാലിന് കൊടുക്കുന്ന ഹൈപ്പും
SKക്ക് കൊടുത്തിട്ടുള്ള ഹൈപ്പും സാധാരണ നമ്മുടെ ഹീറോയുടെ കൂടെ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ ഹീറോയെ പറ്റിയിട്ടായിരിക്കും ബിൽഡപ്പ് കൊടുക്കുക, തള്ളു മൂപ്പണ് നമ്മൾ പറയും. ഇതിലങ്ങനെയല്ല. ബിജു മേനോന്റെ ക്യാരക്ടർ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വില്ലൻ ക്യാരക്ടർ വിദ്യുത് ജമാലിന് കൊടുക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ട്. വിരാട്ട് എന്നാണ് ഇപ്പോഴും. വിരാട്ടിനെ ആർക്ക് തൊടാൻ പറ്റില്ല, വിരാട്ടിനായിട്ടൊന്നും നിങ്ങൾക്ക് മുട്ടി നിൽക്കാൻ പറ്റില്ല എന്ന് SKയുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഫോണിൽ കൂടെ തന്നെ മൂപ്പർ പറയുന്ന സീക്വൻസുകളൊക്കെ സിനിമയിൽ സെറ്റ് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് ആ ഒരു ക്യാരക്ടർ തന്നെ മാറ്റി പറയുന്ന രീതിയിൽ അങ്ങനത്തെ കുറേ സാധനങ്ങൾ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. കുറേ റെഫറൻസുകളും ഇപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് തുപ്പാക്കി തോന്നും, ചില സമയത്ത് ഗജനിയുടെ റെഫറൻസ് ഒക്കെ, ഇങ്ങനെ അവർ ഡയറക്ടറുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ്. അതൊക്കെ നമുക്ക് ഈ സിനിമയിൽ കയറി വരുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും SKയുടെ കരിയറിൽ തന്നെ കിടിലും പടവും. ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ അങ്ങേരുടെ അമരൻ, അതിൽ പോലും എനിക്ക് ഈ ഒരു ഹൈ കിട്ടിയിട്ടില്ല. സോ ആക്ഷൻ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കുക. തമിഴിൽ നിന്നും ഈ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ പടം എന്ന് പറയുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ ഒരു മെനയുള്ള ഒരു തമിഴ് പടം എന്ന് എനിക്ക് തോന്നിയത് മാത്രമാണ്. സോ ആക്ഷൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും മിസ്സാക്കാതെ കാണുക. ഒരു ഓവർ ഹൈപ്പൊക്കെ വെച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പടം ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേ അല്ല ഇതിൻ്റെ ഒരു പോക്ക് മൊത്തം. അവിടെ ഇവിടെ ആയിട്ട് കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വെച്ച് നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്ന വളരെ ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ആക്ഷൻ ത്രില്ലർ പടം. ഞാൻ ട്രെയിലർ കണ്ട് ഞാനൊരു നോർമൽ കൊമേഴ്ഷ്യൽ പടം എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇതിൽ ഈ ഒരു പടം തുടങ്ങിയപ്പോൾ ഒരു ഇൻട്രോ സോങ് ഉണ്ട് ഹീറോയ്ക്ക് കൊടുക്കുന്നത്. അപ്പം ഈ സാധാ പടം ഇതിലിപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച്, പക്ഷെ അവിടെ മാത്രമേ അതുവരെയാണ് നമുക്ക് ഇത് കൊമേഴ്ഷ്യൽ പടം എന്ന് തോന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു വൺ നൈറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന പോലെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് പടങ്ങൾ കാണില്ല. ആ രീതിയിലാണ് ഈ പടം മൊത്തത്തിൽ കൊണ്ടുപോകുക. അതിൽ ഇമോഷണൽ സാധനങ്ങളും ഈ ഒരു ലവ് ട്രാക്കും എല്ലാം തന്നെ പടത്തിൽ ഇൻവോൾവ് ആയിട്ട് പടത്തിന് ആവശ്യമില്ലാത്ത ഒന്നുമില്ല. ഈച്ച് ആൻഡ് എവരി സീൻ പടത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ്. സോ ഡയറക്ടറിൻ്റെ വളരെ മികച്ചൊരു കംബാക്കാണ്. മുരുകദോസിൻ്റെ കിഡിലും കംബാക്കും SKയുടെ നല്ലൊരു പടവും നല്ലൊരു ആക്ഷൻ പടം കണ്ടൊരു സാറ്റിസ്ഫാക്ഷനിൽ ഞാൻ. സോ ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് തമിഴ് ആക്ഷൻ മൂവി എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഇതുവരെ ഇറങ്ങിയതിൽ കിഡിലും പടമാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ടുനോക്കാം. കണ്ടവരുണ്ടെങ്കിൽ സിനിമയ്ക്കുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. നന്ദി.